നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും എൻ.ഡി.എക്കുള്ളിലെ ഘടകകക്ഷികൾക്ക് അതൃപ്തി പുകയുകയാണ്. പറഞ്ഞു വരുന്നത് ബി.ഡി.ജെ.എസിന്റെ അതൃപ്തിയെക്കുറിച്ചും മുന്നണിമാറ്റ ചർച്ചയെക്കുറിച്ചുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണിമാറ്റ ചർച്ച സജീവമാക്കിയിരിക്കുകയാണ് ബി.ഡി.ജെ.എസ്. 300ഓളം സീറ്റുകളിൽ മത്സരിച്ചു എങ്കിലും 5 സീറ്റിൽ മാത്രമാണ് ബി.ഡി.ജെ.എസ് വിജയിച്ചത്. ബി.ജെ.പിയുടെ നിസ്സഹകരണമാണ് ദയനീയ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് എന്തായാലും 23-ന് നടക്കുന്ന ബി.ഡി.ജെ.എസ് നേതൃയോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ.ഡി.എ ഭരണം പിടിച്ചു എങ്കിലും ബി.ഡി.ജെ.എസ് മത്സരിച്ച 4 സീറ്റും തോറ്റു. ബി.ജെ.പിയുടെ നിസ്സഹകരണമാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് ബി.ഡി.ജെ.എസിന്റെ ആരോപണം. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. ഇത് സ്വാഭാവികമായും ബി.ഡി.ജെ.എസിനുള്ളിൽ അതൃപ്തി കൂട്ടിയിരിക്കുകയാണ്. ബി.ജെ.പി കോട്ടകളിൽ പോലും ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിന് സ്ഥാനമുറപ്പിക്കാൻ സാധിക്കാത്തതിൽ കടുത്ത അതൃപ്തിയാണ് ഇവർക്കുളവാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 13 സീറ്റുകളിൽ മത്സരിച്ചു എങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റൊന്നല്ല സ്ഥിതി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി.ഡി.ജെ.എസിന്റെ സിറ്റിംഗ് സീറ്റ് ബി.ജെ.പി ഏറ്റെടുത്തിരുന്നു. ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി. എൻ.ഡി.എക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും ബി.ജെ.പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയിരുന്നിടത്ത് ഇത്തവണ 6 സീറ്റാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 100 പോലും പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പരാതിയുമുണ്ട്. ലഭിച്ച സീറ്റുകളാകട്ടെ വിജയസാധ്യത ഇല്ലാത്തതും. ബി.ജെ.പിയുടെ ഏകപക്ഷീയ നിലപാടിനെ തുടർന്ന് പലയിടങ്ങളിലും ബി.ഡി.ജെ.എസിന് സ്വയം പിൻവാങ്ങേണ്ടി വന്നു. ബി.ഡി.ജെ.എസിന്റെ മുന്നണിയിലെ അതൃപ്തി പല തവണ പരസ്യമായതാണെങ്കിലും തുഷാറും ബി.ജെ.പി കേന്ദ്രങ്ങൾ നേതൃത്വവുമായുള്ള അടുപ്പം പരാതികളെ മയപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കവേ അവഗണന സഹിച്ച് തുടരാനാകില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. പ്രശ്നങ്ങൾ എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേതാക്കളെ നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിന് എസ്.എൻ.ഡി.പി ഇടപെടും. സാമുദായിക പശ്ചാത്തലമുള്ള സംഘടനകളെ അവഗണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച